നെയ്യാറ്റിൻകര മഞ്ചവിളാകത്ത് വീടിന്റെ വാതിലിൽ വൈദ്യുതി കടത്തിവിട്ട് വീട്ടുകാരെ അപായപ്പെടുത്താൻ ശ്രമം. ഇന്ന് രാവിലെയാണ് സംഭവം. വൈദ്യുതി മീറ്ററിൽ നിന്നും വയർ വീടിന്റെ വാതിലിൽ കണക്ട് ചെയ്ത് വൈദ്യുതി കടത്തിവിട്ടാണ് അപായപ്പെടുത്തുവാനുള്ള ശ്രമം. മഞ്ചവിളാകം ഗ്രേസ് വില്ലയിൽ രമ്യയുടെ മകൻ 13 വയസ്സുള്ള അലനാണ് ഷോക്കേറ്റത്. രമ്യയും പരിക്കേറ്റ അലനും മറ്റൊരു മകൻ അബിനുമാണ് വീട്ടിൽ താമസം. വീട്ടുകാർ ഉറങ്ങിയ ശേഷം വീടിന്റെ വാതിലിൽ വൈദ്യുതി കടത്തിവിട്ട് ആരോ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. അലൻ രാവിലെ എണീറ്റ് വീടിന്റെ മുൻവാതിൽ തുറന്നപ്പോഴായിരുന്നു ഷോക്കേറ്റത്. ഷോക്കേറ്റ് ദൂരേക്ക് തെറിച്ചു വീണ അലൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടതും. തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ മീറ്റർ ബോർഡിൽ നിന്നും വീടിന്റെ മുൻവാതിലിലെ ഇരുമ്പ് ലോക്കിലേക്ക് വയറിൽ വൈദ്യുതി കടത്തിവിട്ട് അപായപ്പെടുത്തുവാനുള്ള ശ്രമം കണ്ടെത്തിയത്. രമ്യയും 2 കുട്ടികളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അടുത്ത കാലത്താണ് രമ്യ ഈ പുതിയ വീട് വെച്ച് ഇതിലോട്ട് താമസം മാറിയത്. ഇന്ന് രാവിലെ രമ്യയുടെ മൂത്ത മകൻ അലൻ ഉറക്കമെണീറ്റ് വന്ന് ഫ്രണ്ട് ഡോറിൻ്റെ ഈ ഡോറിൽ ലോക്കിൽ പിടിക്കുമ്പോഴത്തേക്കും അലനെ ഷോക്കേറ്റ് വീഴുകയുണ്ടായി. അത് കഴിഞ്ഞ് അവർ ഷോക്കേറ്റ് വീണത് കണ്ട് അലനും രമ്യയും എല്ലാം തന്നെ രമ്യ സഹോദരനെ വിളിച്ചു വരുത്തി അവർ പുറകിലെ വാതിലൂടെ തുറന്ന് മുൻവശത്ത് വന്നപ്പോൾ മെയിനിൽ നിന്ന് ഒരു വയർ പിടിച്ച് ഈ ലോക്കിൽ കൊണ്ടുവന്ന് ഫ്രണ്ടിലെ ലോക്കിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. രാത്രി 1 മണിവരെ രമ്യയ്ക്ക് തയ്യലാണ് തൊഴിൽ. രമ്യ 1 മണിവരെ തയ്യൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഉള്ള സമയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. രാവിലെ തന്നെ നാട്ടുകാരെല്ലാം കൂടുകയും പോലീസിനെ അറിയിക്കുകയും ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയുണ്ടായി. എന്തായാലും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ്. ഇതിലെ കുറ്റക്കാരാരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കെതിരെ തക്കതായ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസ് മഞ്ചവിളാകം മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു. അഡ്വക്കേറ്റ് മഞ്ചവിളാകം ജയകുമാർ. സംഭവത്തെക്കുറിച്ച് മാരായമുട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.